ചെമ്പനിപ്പൂ സീരിയലിൻ്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ലിങ്ക് ഞാൻ ഐക്കാർട്ടിലും പിൻ കമൻ്റായിട്ടും കൊടുത്തേക്കാം കേട്ടോ. സച്ചി രാത്രി റൂമിലേക്ക് കയറി വരുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ചുറ്റോറ് നോക്കുന്നുണ്ട്. അല്ല, ഇവിടെ പോകുന്നില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പൂവെല്ലാം കെട്ടിയിട്ട് ഞാൻ ബാക്കി ഫ്രിഡ്ജിൽ വെച്ചല്ലോ, നിങ്ങൾ കണ്ടില്ലേ എന്നുള്ള കാര്യം ചോദിക്കണേ. അപ്പോൾ ഇവിടെ അറേഞ്ച്മെൻറ്റ്സ് ഒന്നും ചെയ്തില്ലേ, ഇവിടെ എന്ത് അറേഞ്ച്മെൻറ്റ് ചെയ്യാനെന്നുള്ള കാര്യം നമ്മുടെ രേവതി ചോദിക്കുകയാണ്. എന്താ രേവതി നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഇന്ന് നമ്മുടെ കല്യാണം കഴിഞ്ഞില്ലേ, അപ്പോൾ ഇന്നലെ ശാന്തിമുഹൂർത്തമൊക്കെ വെക്കുക. ആഹാ, നിങ്ങൾ ഇപ്പോഴും ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ചുമ്മാ പറയുന്നതാണെന്ന് ഞാൻ വിചാരിച്ചത്. ഇനി ഇതൊന്നും വിട്ടില്ലെന്ന് ചോദിക്കുമ്പോൾ സച്ചി ഒന്നും മിണ്ടുന്നില്ലേ. എന്നാൽ നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കുമെന്ന് പറയാണ്. ശരി എന്ന് പറഞ്ഞിട്ട് രേവതിയുടെ മടിയിൽ കയറി കിടക്കുവാണ് സച്ചി. ഇതെന്തൊരു അന്യായമാണ്, കല്യാണം നടന്ന ആ ദിവസം തന്നെയല്ലേ ശാന്തി മുഹൂർത്തം നടക്കുന്നത്, ഇത് കുറച്ച് കഷ്ടമാണെന്നൊക്കെ പറയുമ്പോൾ ഒന്ന് പോ സച്ചിയേട്ടെന്ന് പറയണ്ടേ. ഒരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ പോയിട്ട് പൂവ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് സച്ചി റൂമിൽ നിന്ന് പോകുമ്പോഴേക്കും ഇരിക്കുന്ന രേവതി ഇങ്ങനെ കൈകൊണ്ട് പിടിക്കുകയാണ് കേട്ടോ സച്ചിയെ. അപ്പോഴേക്ക് സച്ചി അങ്ങ് എണീപ്പിച്ചിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട് രേവതിയെ. അങ്ങനെ രണ്ടുപേരും തമ്മിലൊരു ചെറിയ റൊമാൻസ് സീനൊക്കെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം ഞാൻ വിചാരിച്ചു നീ റൂമെല്ലാം ഡെക്കറേറ്റ് ചെയ്ത് വെക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച്, പക്ഷേ നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് രേവതി ചോദിക്കുമ്പോൾ, ഓ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ നീ നല്ല പട്ടുസാരിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ഇന്ന് നമ്മുടെ കല്യാണ ദിവസമല്ലേ, അപ്പോൾ സച്ചിയേട്ടൻ ഇന്ന് തന്നെയാണോ നമ്മുടെ കല്യാണ ദിവസമാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. ഇത് കേൾക്കുമ്പോൾ സച്ചി ചേർത്ത് പിടിക്കേണ്ട രേവതിയെ. എന്നിട്ട് നീയും അങ്ങനെ തന്നെ അല്ലേ ചിന്തിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. ഇന്ന് സന്തോഷമുള്ള ദിവസം തന്നെയാണ് എന്ന് കരുതിയിട്ട് കല്യാണ ദിവസം മാറ്റാനൊന്നും പറ്റില്ലല്ലോ. പക്ഷേ അന്ന് നമ്മൾ രണ്ടുപേർക്കും ഇഷ്ടമല്ലാണ്ടല്ലേ കല്യാണം നടന്നത്, രണ്ടുപേരും സന്തോഷത്തിലല്ലായിരുന്നു. ഇത് കേൾക്കുമ്പോൾ രേവതി അതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ അന്നല്ലേ നമ്മൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിതം ആരംഭിച്ചത്, അത് രണ്ടുപേർക്കും ഇഷ്ടമില്ലാണ്ട് തുടങ്ങിയതല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അങ്ങനെ തുടങ്ങി ഇപ്പോൾ ഇഷ്ടമായില്ലേ. ഒരുപാട് പേര് ആരംഭത്തിൽ ഇഷ്ടത്തോടു കൂടി കല്യാണം കഴിക്കും, പിന്നെ പോയി ഇഷ്ടമല്ലാണ്ടാവും. എന്നാൽ നമ്മൾ ഇഷ്ടപ്പെടാതെ തുടങ്ങിയ ജീവിതം ഇന്ന് ഇഷ്ടത്തോടു കൂടി വന്ന് നിൽക്കുന്നു. അപ്പം നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോൾ 2 തവണ താലി കെട്ടിയിട്ട് ഇപ്പം വന്ന് ചോദിക്കുകയാണോ? അല്ല, നിനക്ക് ആദ്യം എന്നെ കണ്ടപ്പോൾ റൗഡിയെ പോലെയല്ലേ തോന്നിയത്, അത് ഇപ്പോഴും അല്ലാന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പം ഞാൻ ഇപ്പോഴും റൗഡിയാണെന്നാണോ നീ പറയുന്നത്? അതെ, ആദ്യം ഇഷ്ടമല്ലാത്ത റൗഡി, എന്നാൽ ഇപ്പോൾ ഒരുപാട് ഇഷ്ടമുള്ള റൗഡി എന്ന് പറഞ്ഞിട്ട് ഓടി ചെന്നിട്ട് സച്ചിയെ കെട്ടിപ്പിടിക്കുകയാണ്. നീ എന്താ ഓവറായിട്ട് തന്നെ റൗഡി എന്ന് വിളിക്കുന്നത്? അല്ല, അത് കേൾക്കുമ്പോൾ സച്ചിന് പെട്ടെന്ന് ദേഷ്യം വരുമല്ലോ. ദേഷ്യം വന്നു കഴിഞ്ഞാൽ റൗഡിയാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതേന്ന് രേവതിയും. അപ്പോൾ ഈ റൗഡി എന്താ ചെയ്യാന്നുള്ള കാര്യം അറിയോ? എന്താ ചെയ്യാന്നുള്ള കാര്യം രേവതി ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ അരികിലൊരു പെണ്ണ് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളിങ്ങനെ തൂക്കിയെടുത്തിട്ടെന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങോട്ട് എടുക്കുവാണ് സച്ചി. എന്നിട്ട് വട്ടം കറക്കുവാണ്. കുറച്ചു നേരം കറങ്ങുമ്പോഴേക്കും കയ്യിൽ നിന്ന് പോവാണ് രേവതിയെ താഴെ ഇടുവാണ്. നിങ്ങളെന്താ എന്നെ പിടിച്ച് താഴെ ഇട്ടെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ രേവതി നീ ഭയങ്കര വെയിറ്റാന്ന് പറയണേ. ഞാൻ വെയിറ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഫുള്ള് ഇടിയാണ് സച്ചിയെ രേവതി. അങ്ങനെ രണ്ടുപേരും കൂടി ഭയങ്കര സൗണ്ടും ഇതൊക്കെയാണ് റൂമിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വർഷയുടെയും ശ്രീകാന്തിന്റെയും റൂമാണ് കാണിക്കുന്നത്. രണ്ടുപേരും മൊബൈലിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ എന്നെ ഷൂട്ട് ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൊസറ കളിക്കുന്ന രീതിയിൽ കുറച്ചു നേരം വർഷയുടെ കണ്ണുപൊത്തി വെക്കുകയാണ് ശ്രീകാന്ത്. നീ കണ്ണുപൊത്തി വെച്ചുകൊണ്ട് എന്താ സംഭവിച്ചെന്ന് കണ്ടോന്നൊക്കെ ചോദിച്ച് ദേഷ്യം പിടിക്കുന്നുണ്ട്. പക്ഷെ ആ ഗെയിമിൽ വർഷ വിൻ ചെയ്യാൻ കേട്ടോ. എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ആഹ്ലാദ പ്രകടനമാണ്. അപ്പോഴേക്ക് ശ്രീകാന്ത് മുഖമൊക്കെ വാടിയിട്ട് മിണ്ടാതെ സൈലന്റ് ആയിട്ട് ഇരിക്കുവാണ്. അയ്യോ, തോറ്റുപോയതിന്റെ വിഷമാണോ? സാരില്ല, എന്റെ കണ്ണു മൂടിയില്ലേ, അതുകൊണ്ടാണ് തോറ്റുപോയത്. നെക്സ്റ്റ് ടൈം നമുക്ക് ഗെയിം കളിക്കാട്ടോ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന രീതി പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആരോടെ കളിക്കാൻ വന്നെന്നുള്ള കാര്യം നോക്കണേന്നൊക്കെ പറയണം. അപ്പോഴേക്ക് ശ്രീകാന്ത് ചിരിക്കുന്നുണ്ട്. അങ്ങനെ അവരും ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. പക്ഷെ നമ്മുടെ ശ്രുതിയുടെയും അതുപോലെ ശ്രുതിയുടെയും റൂമിലുണ്ടല്ലോ, ശ്രുതി നല്ല ഉറക്കമാണ്. ശ്രുതി എന്തൊക്കെയോ കണക്കൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഉറക്കത്തിൽ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, പറയൂ സാർ, ഒരു മസാല ദോശ, ഒരു വട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ശ്രുതി ശ്രദ്ധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ശ്രുതി ആണെങ്കിൽ തുടങ്ങുകയാണ്. ഓർഡർ എടുക്കുമ്പോൾ എന്തൊക്കെ ഐറ്റംസ് ഉള്ളതെന്നുള്ള കാര്യം ചോദിക്കില്ലേ, ദോശ, മസാല ദോശ, പൂരി, വട അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ശ്രുതി എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ റിപ്പീറ്റോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ശ്രുതി ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ശ്രുതി അടിച്ച് എണീപ്പിക്കുകയാണ് കേട്ടോ. എണീക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും പെട്ടെന്ന് എണീറ്റിട്ട് സാർ ഞാൻ ഉറങ്ങിയില്ല സാർ എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ ശ്രുതി നിനക്ക് പറ്റിയത്? എന്താ ശ്രുതി പറ്റിയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്ത് പറ്റിയെന്നാണ് ശ്രുതി, നീ എന്തൊക്കെയായി ഉറക്കത്തിൽ വിളിച്ചു പറയുന്നത്? എന്ത് പറഞ്ഞു എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ നീ എന്താ പറഞ്ഞത് നിനക്ക് തന്നെ അറിയില്ലെന്ന് ശ്രുതി ചോദിക്കുകയാണ് തിരിച്ച്. ഇതൊക്കെ ശ്രുതി ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതിയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അയ്യോ ഞാൻ അറിയാതെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. എന്നിട്ടിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കണം. ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, നീ വെയിറ്ററെ പോലെ മസാല ദോശ ഓർഡർ എടുക്കുന്ന പോലെ അത് ഇത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ വെയിറ്ററോ?
വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞു, എന്തിനാ ഞാൻ അങ്ങനെയൊക്കെ പറയുന്നതെന്ന് ശ്രുതി ചോദിക്കുമ്പോൾ അത് തന്നെ ഞാനും ചോദിക്കുന്നത്, എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒപ്പിക്കണമല്ലോ എന്ന് കരുതിയിട്ട് നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് കേട്ടോ. വൈകുന്നേരം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ മസാല ദോശ ഭയങ്കര സൂപ്പറായിരുന്നു. മണം അടിച്ചപ്പോഴേ കഴിക്കാമെന്ന് തോന്നി. പക്ഷെ ഇതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ നീ ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല എന്ന് കരുതിയിട്ട് ശ്രുതി എന്തിനാ ഹോട്ടലിലുള്ള എല്ലാ മെനുവും പറയുന്നതെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അത് മനപ്പാടം പഠിച്ചു പോയില്ല എന്നുള്ള കാര്യം ശ്രുതി ചെറിയ സൗണ്ടിൽ ഇങ്ങനെ പറയുന്നുണ്ട്. എന്താ ശ്രുതി പറഞ്ഞേ? അല്ല ശ്രുതി, ആ ഹോട്ടലിലെ മെനു കാർഡ് ഞാൻ വായിച്ചു. ഞാൻ ഒരു തവണ ഒരു കാര്യം വായിച്ചാലുണ്ടല്ലോ അതെന്റെ മൈൻഡിൽ അങ്ങനെ തന്നെ സെറ്റാകും. ശ്രുതി പറയുന്നത് കേട്ടിട്ട് എന്തോ ശ്രുതി വിശ്വസിക്കാത്തത് പോലെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. അപ്പോഴേക്കും ശ്രുതിക്ക് ടെൻഷൻ ആവുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി ചിരിക്കാൻ തുടങ്ങുന്നുണ്ട്. ശ്രുതി ശരിക്കും ഒരു കോമഡിയാണ്. എന്താ നീ അങ്ങനെ പറഞ്ഞത്? ഒന്നുമില്ല. ശരിക്കും നോർമലി ആൺപിള്ളേർക്കൊക്കെ മനസ്സിൽ കയറി വരിക സിനിമ നടിമാരൊക്കെയാണെന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എന്നാൽ ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ മസാല ദോശയൊക്കെയാണ് വരുന്നത്. ചേച്ചി, ഞാനെന്തിനാ ഹീറോയിനെ കുറിച്ചൊക്കെ കനവ് കാണുന്നത്? എൻ്റെ ഹീറോയിൻ നീ അല്ലേ, എൻ്റെ കനവിൽ നീ മാത്രമേ വരുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും തട്ടിയിട്ട് ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്, ചുമ്മാ പറയാതെ. ഉറക്കത്തില് വെയിറ്ററിന്റെ മാതിരി ഇങ്ങനെ ഓർഡർ എടുക്കുന്ന പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതെന്താ വെയിറ്റർ എന്ന് നീ അങ്ങനെ പറയുന്നത്? പിന്നല്ലാതെ 11 മണിക്ക് ഒരുപാട് ഐറ്റത്തിന്റെ പേരും പറഞ്ഞിരിക്കുന്നു. അല്ല ശ്രുതിയുടെ ഉറക്കത്തിൽ മസാല ദോശ മാത്രമേ വന്നുള്ളൂ, അതോ കൂടുതലുള്ള സാമ്പാറും ചട്നിയൊക്കെ വന്നോ എന്നുള്ള കാര്യം ചോദിക്കണേ. നീ എന്താ കളിയാക്കാണോ? അതെ, നീ എന്താ വിചാരിച്ചെന്നുള്ള കാര്യം ചോദിച്ചിട്ട് ശ്രുതി ഇക്ലിയാക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ അടുത്താണ് കളി എന്ന് പറഞ്ഞിട്ട് തിരിച്ചും ശ്രുതിയും അങ്ങോട്ടാക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ഭയങ്കര സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ 3 റൂമിൽ നിന്നും ചിരിക്കുന്നത് നമ്മുടെ ചന്ദ്രമതി ഉറങ്ങാതെ ഇരിക്കുകയാണല്ലോ, അവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ട്. എന്നിട്ട് രവിയെ തട്ടി എണീപ്പിക്കുകയാണ്. നീ എന്തിനാ ഈ ചന്ദ്ര ഇപ്പം എണീപ്പിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ 3 റൂമിൽ നിന്നും ചിരിയുടെ ശബ്ദം കേൾക്കുന്നു. ആദ്യം ഈ റൂമിൽ നിന്ന്, പിന്നെ ആ റൂമിൽ നിന്ന്, പിന്നെ ഈ റൂമിൽ നിന്നൊക്കെ പറയാണേ. ഇപ്പൊ കേട്ടോ 3 റൂമിൽ നിന്നും ചിരി കേൾക്കുന്നു. നീ എന്തിനാ അതൊക്കെ കേൾക്കാൻ വേണ്ടി നിൽക്കുന്നത്? പിന്നെ നടുരാത്രിയിൽ ആരാ ചിരിക്കുക? ഇതെല്ലാം ചന്ദ്രമതിക്ക് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ രവി അടിമുടിയൊന്നും ചന്ദ്രയെ നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുകയാണ്. അതിൽ നിനക്കെന്താ അത്ര വലിയ പ്രശ്നം എന്ന് കരുതിയിട്ട് നടുരാത്രിയിലാണോ ചിരിക്കുന്നത്? വീട്ടിൽ മൊത്തം ശബ്ദം കേൾക്കുന്നുണ്ട്. നിനക്ക് ചിരി കേൾക്കണ്ടെന്നുണ്ടെങ്കിൽ ചെവിയിൽ 2 പഞ്ഞ് വെച്ച് കിടന്ന് ഉറങ്ങിക്കോളാൻ പറയണേ. അങ്ങനെയാണെങ്കിൽ ഞാൻ സിമെന്റ് വെച്ച് അടയ്ക്കട്ടെ, അത് നിന്റെ ഇഷ്ടം എന്നുള്ള കാര്യം പറയണേ. മക്കളും മരുമക്കളും സന്തോഷമായിട്ടിരിക്കുകയാണ്. അത് വിചാരിച്ചിട്ട് സന്തോഷപ്പെടാതെ അവൾ കിടന്നിട്ട് മുറുമുറാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ചെയ്യും, നീ ഇവിടെ വന്നിരിക്കുക, എന്നിട്ട് നീ ചിരിക്കാൻ തുടങ്ങിക്കുക, ഞാനും ചിരിക്കാം. പിന്നെ ഈ നടുരാത്രിയിൽ ചിരിച്ചോണ്ടിരിക്കാൻ വേണ്ടി എനിക്കെന്താ പ്രാന്താണോ എന്ന് ചോദിക്കുകയാണ് ചന്ദ്ര എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രവി അങ്ങ് കിടന്ന് ഉറങ്ങാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവരുടെ ചിരിയും കേട്ടിട്ട് ഇങ്ങനെ ചന്ദ്രമതി ഇരിക്കുകയാണ്. തുടർന്ന് പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കുന്നത്. രേവതി പൂക്കടയിൽ പൂവൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ശ്രുതി പുറത്ത് പോയിട്ട് വരുന്നത് കേട്ടോ. പൂ മേടിക്കാൻ വേണ്ടി വന്ന ആൾക്കാർ പോയതിനു ശേഷം ഭക്ഷണം ഉണ്ടാക്കിയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദിക്കുകയാണ്. ഞാൻ ചട്നിയും സാമ്പാറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ദോശ ഉണ്ടാക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട് നമ്മുടെ രേവതി. എന്തായാലും ഞങ്ങൾക്ക് 2 പേർക്കും ഒന്നും ചെയ്യേണ്ട എന്നുള്ള കാര്യം പറയണേ ശ്രുതിക്കും അതുപോലെ ശ്രുതിക്കും. എന്താ നിങ്ങൾക്ക് 2 പേർക്കും ഭക്ഷണം വേണ്ടേ? ഞങ്ങൾക്ക് വേണ്ടത് എന്തായാലും നീ ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഉള്ളിലേക്ക് കയറി പോവാണേ. ശ്രുതിയാണെങ്കിൽ ഒരു കവറും പിടിച്ചിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അത് നേരെ കൊണ്ടുപോയിട്ട് ഡൈനിങ് ടേബിളിന്റെ മേലെ വെച്ചിട്ട് റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. ആ കവർ നമ്മുടെ സച്ചി വന്ന് തുറന്നു നോക്കുകയാണ് കേട്ടോ. ഇന്ന് വീട്ടിലൊന്നും ഉണ്ടാക്കില്ല എന്ന് തോന്നുന്നു. അന്നും വീട്ടിലൊന്നും ഉണ്ടാക്കില്ല, ഇന്നും ഒന്നും ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞിട്ട് കൈ കേക്കിയിട്ട് മസാല ദോശ മേടിച്ചുകൊണ്ട് വന്നതാണ് നമ്മുടെ ശ്രുതി കേട്ടോ. അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണേ. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതിയെ വിളിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ബാത്റൂമിലാണ് കേട്ടോ. കുറച്ചു നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ശ്രുതി പുറത്തേക്ക് വരുന്നുണ്ട്. വാ, നമുക്ക് ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകണേ. എന്ത് സർപ്രൈസ് ആണെന്ന് ചോദിച്ചിട്ട് ശ്രുതി അവിടെ തന്നെ നിൽക്കുവാണേ. എന്താ കാര്യം എന്ന് വെച്ചാൽ പറയാനുള്ള കാര്യം പറയുമ്പോൾ ശ്രുതി തന്നെ വന്ന് നോക്കുമെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് പുറത്തേക്ക് കൊണ്ടുവരാണേ. അതേസമയം തന്നെ നമ്മുടെ പൂക്കടയിൽ നിന്ന് രേവതി വീടിനുള്ളിലേക്ക് കയറി വരികയാണ്. എന്നിട്ട് സച്ചിയെ റൂമിൽ നോക്കുന്നുണ്ട്. റൂമിൽ കാണുന്നില്ല. അങ്ങനെ രേവതി ചെന്ന് നോക്കുന്ന സമയത്ത് ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് മസാല ദോശ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചൂടായിട്ട് ദോശ ഉണ്ടാക്കി തരാമെന്ന് പറയുമ്പോഴേക്ക് കഴിക്കുന്നത് കാണുന്നത്. എനിക്ക് മസാല ദോശ ഇഷ്ടമായതുകൊണ്ട് നീ മേടിച്ചോണ്ട് വെച്ചതല്ലേ, സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്ക് ശ്രുതിയും പുറത്തേക്ക് വരുന്നുണ്ട്. സച്ചിയുടെ ഞാനല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ സച്ചി അതൊന്നും കേൾക്കാണ്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മസാല ദോശയും സാമ്പാറും ചട്നിയൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്, നീ ഏത് കടയിൽ നിന്ന് മേടിച്ചെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്ക് ശ്രുതി പുറത്തേക്ക് വന്നിട്ടുണ്ടല്ലോ. ശ്രുതി ചോദിക്കുന്നുണ്ട്, അല്ല എന്താ ഇവൻ കഴിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണോ എന്നെ ഇങ്ങോട്ട് വിളിച്ചത് നീ എന്ന്? എന്തായാലും എനിക്ക് ഇഷ്ടമുള്ളതുപോലെ തന്നെ നീ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണോ? നീ എവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന് ചോദിക്കുമ്പോൾ, അയ്യോ സച്ചിയേട്ടാ ഞാൻ മേടിച്ചു വെച്ചിട്ടില്ല, ഇത് ശ്രുതി മേടിച്ചുകൊണ്ട് വന്നതാണ്. ആര് മേടിച്ചാൽ എന്താന്ന് പറഞ്ഞിട്ട് സച്ചി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്ക് ശ്രുതി അറിഞ്ഞല്ലോ ശ്രുതിയാണ് മേടിച്ചുകൊണ്ട് വന്നത്. നീയാണോ മേടിച്ചുകൊണ്ട് വന്നതെന്നുള്ള കാര്യം ശ്രുതി എന്നടുത്ത് ചോദിക്കുന്നുണ്ട്. അതെ, ഇന്നലെ രാത്രി മസാല ദോശ ഇഷ്ടമെന്നുള്ള കാര്യം പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ പോയി മേടിച്ചിട്ട് വന്നത്. അങ്ങനെ ശ്രുതി വന്നിട്ട് ദേഷ്യപ്പെടുകയാണ്. ആർക്കാ എന്താന്നുള്ള കാര്യം ഒന്നും ചോദിക്കാതെ നീ നിന്റെ ഇഷ്ടത്തിന് എടുത്ത് തിന്നോ, ടേബിളിലുണ്ടായിരുന്നു ഞാൻ കഴിച്ചു, അത്രയാണ്. നിനക്ക് വേണ്ടിയിട്ടല്ല വാങ്ങിയെന്നുള്ള കാര്യം അറിഞ്ഞിട്ടും നീ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മിച്ചം വെക്കാൻ പാടില്ല, മൊത്തത്തിൽ കഴിക്കണം. അപ്പോഴേക്കും രവി ഇത് കേട്ടുകൊണ്ട് വരുന്നുണ്ട്. എന്താടാ പ്രശ്നം നിങ്ങൾക്ക്?
അച്ഛ കണ്ടില്ലേ അച്ഛ, ശ്രുതി എനിക്ക് മസാലദോശ മേടിച്ചുകൊണ്ട് വന്നതാണ്. അത് ഇവൻ ചോദിക്കാൻ പറയുകയൊന്നും ചെയ്യാതെ അവൻ്റെ ഇഷ്ടത്തിനെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മേടിച്ചു വെച്ചതാണെന്ന് കരുതിയിട്ടാണ് അച്ഛ, അറിയാതെ എടുത്ത് കഴിച്ചതാണ് സച്ചിയേട്ടൻ എന്നുള്ള കാര്യം രേവതി പറയുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്രമതിയും നമ്മുടെ രവിയുടെ കൂടെ ഉണ്ട്. അതൊന്നും ആയിരിക്കില്ല, ഇവൻ മനഃപൂർവ്വം വേണമെന്ന് വിചാരിച്ച് ചെയ്ത് തന്നെയായിരിക്കും. ഇത്രയും നാൾ എന്താ ഇവള് ഹോട്ടലിൽ നിന്ന് മേടിച്ചു വെച്ചിട്ടാണോ അവന് കൊടുത്തിട്ടുണ്ടായിരുന്നത്? പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ശരി വിട്ടേക്ക്, നീ എന്തിനാ വെറുതെ ദേഷ്യം പിടിക്കുന്നത്? ഇതിലിപ്പോ എന്താ ഇത്ര തെറ്റുള്ള എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും അവൻ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾ സപ്പോർട്ട് ചെയ്തു. ശ്രുതിക്ക് വേണ്ടിയിട്ട് ശ്രുതി മേടിച്ചു വെച്ചത് ഇവൻ എങ്ങനെ എടുത്ത് കഴിക്കുക? തുടർന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, അല്ല ഏട്ടാ ഇത് ആർക്കാന്നുള്ള കാര്യം ചോദിച്ചിട്ട് കഴിക്കണ്ടേ എന്നുള്ള കാര്യം. എങ്ങനെയാണ് ഇത്? ഈ ഹോട്ടൽസിലൊക്കെ ഭക്ഷണങ്ങളൊക്കെ അനൗൺസ് ചെയ്യില്ലേ, ഒരു സാധനം കടന്നു കിട്ടിയിട്ടുണ്ട്, എങ്ങനെ നീ ഉദ്ദേശിച്ചത്? ഈ ബസ് സ്റ്റാൻഡിലൊക്കെ സാധനം കളഞ്ഞു കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സാധനം കളഞ്ഞു കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അനൗൺസ് ചെയ്യുന്നത് പോലെയാണോ നീ ഉദ്ദേശിച്ചത്? ഇവിടെ ഇരിക്കുന്ന ദോശ ആരുടെയാണ്, എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് വേണം ഞാൻ തിന്നാൻ. ഞാനെന്താ അപ്പുറത്തെ വീട്ടിൽ പോയിട്ടാണോ കഴിക്കുന്നത്? എൻ്റെ സ്വന്തം വീട്ടിൽ എനിക്ക് കഴിക്കാനുള്ള അവകാശമില്ല എന്നൊക്കെ ചോദിക്കുകയാണ്. ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് അവൻ എന്ത് അഹങ്കാരത്തോടു കൂടി സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലെന്ന് ചന്ദ്ര. ശ്രുതിക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പോയിട്ട് മസാലദോശ മേടിച്ചുകൊണ്ട് വന്നത്. ഇത് ആരുടെ എന്നുള്ള കാര്യം പോലും ചോദിക്കാതെ എടുത്ത് കഴിച്ചു. മറ്റുള്ളവരുടെ സാധനങ്ങൾ എടുത്ത് കഴിക്കണം എന്നുള്ള മാനേഴ്സ് പോലും അറിയില്ല എന്നൊക്കെ ശ്രുതി പറയണേ. അപ്പോഴേക്കും സച്ചി കഴിക്കുന്നത് നിർത്തുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി, നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ മേടിച്ചിട്ട് കഴിക്കണ്ടടാ, ദോശ പോലും കാണാത്ത രീതിയിൽ എടുത്ത് കഴിക്കുന്നു. അപ്പോഴേക്ക് രേവതി ചോദിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾ എന്ത് സംസാരിക്കുന്നത്? അവരെന്താ അറിഞ്ഞുകൊണ്ട് നിങ്ങളൊക്കെ എന്തൊക്കെയാ സംസാരിക്കുന്നത്? സച്ചേട്ടൻ എന്താ അറിഞ്ഞുകൊണ്ട് എടുത്ത് കഴിച്ചതാണോ? എന്തോ ഞാൻ മേടിച്ചോണ്ട് വന്നാന്ന് വിചാരിച്ചിട്ട് എടുത്ത് കഴിച്ചു, അതിനിപ്പോ എന്താ? നീ എന്താടി അവളെ അധികാരം പഴിയുന്ന പോലെ സംസാരിക്കുന്നതെന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോൾ, ഒരാളെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരെ മോശപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നത് അത്ര നല്ല കാര്യമല്ല, അത് പാപമാണ്. എന്തായാലും കഴിക്കട്ടെ എന്നുള്ള കാര്യം വിചാരിക്കില്ല വേണ്ടത്. ശ്രുതി, നീ എന്താ പറഞ്ഞത്? മാനേഴ്സ് അല്ലേ? നിങ്ങൾക്കില്ലേ മാനേഴ്സ്? അടുത്തവരുടെ സാധനങ്ങൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് ചോദിക്കുക തന്നെ ചെയ്യും. നീ കുറച്ച് കൂടുതലായിട്ട് ആടൊന്നും വേണ്ട. നോക്ക് രവിയേട്ട, ഇവൻ മനഃപൂർവ്വം ചെയ്തതാണ്. ശ്രുതിയെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. ഏട്ടനനിയന്മാർക്കിടയിൽ പ്രശ്നമില്ലെങ്കിൽ നീ തന്നെ കൊളുത്തി പ്രശ്നം ഉണ്ടാക്കുമല്ലോ, നീ മിണ്ടാതിരിക്കുക. തുടർന്ന് ശ്രുതി പറയുന്നുണ്ട്, അങ്കിൾ എന്ന് വിളിച്ചുകൊണ്ട് ശ്രുതി, സച്ചി ചെയ്തത് തെറ്റ് തന്നെയല്ലേ അങ്കിൾ? എന്തൊക്കെയാണെങ്കിലും അങ്കിൾ സച്ചി ചെയ്തത് തെറ്റല്ലേ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്നുണ്ട്. ശ്രുതിയും സച്ചിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വഴക്കും അതുപോലെ അവർ തമ്മിൽ കളിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷെ ഒരിക്കലും സച്ചി മറ്റുള്ളവരുടെ സാധനങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ആളല്ല. അവൻ അറിയാതെ ചെയ്തതാണ്. അത് മാത്രമല്ല, ഈ വീട്ടിലെ എല്ലാരും കൂടി ഒരുമിച്ച് നിൽക്കുന്ന കുടുംബം ആയതുകൊണ്ട് തന്നെ ഒരാൾക്ക് മാത്രം മേടിച്ചിട്ട് ഡൈനിങ് ടേബിളിൽ കൊണ്ട് വെക്കാൻ പാടില്ല. എന്താ നിങ്ങൾ പറഞ്ഞത്? അന്ന് ഇവൻ എന്തോ തന്തൂരി ചിക്കൻ മേടിച്ചു കൊടുത്തായിരുന്നല്ലോ അവൾക്ക് സ്വന്തമായിട്ട്. ആ കാര്യം വേറെ, എല്ലാവർക്കും വേണ്ടിയിട്ട് നീ ഓരോന്ന് ചെയ്യിപ്പിച്ചു. പക്ഷെ അവൾക്ക് വേണ്ടി മാത്രമായിട്ട് നീ എന്താ ചെയ്തു കൊടുത്തെന്നുള്ള കാര്യം ചോദിച്ചില്ലേ അവൻ? അതിന്റെ ദേഷ്യത്തിലാണ് അവൻ എന്തോ മേടിച്ചു കൊടുത്തത്. അത് മാത്രമല്ല, അവൻ മേടിച്ചിട്ട് വീട്ടിൽ കൊണ്ട് വെക്കുകയല്ല ചെയ്തത്, അവരുടെ റൂമിൽ കൊണ്ടുപോയി കഴിക്കുക ചെയ്തത്. ഇപ്പോൾ ശ്രുതി മേടിച്ചുകൊണ്ട് വന്നത് ശ്രുതിക്ക് റൂമിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ തെറ്റല്ല. അത് മേടിച്ചുകൊണ്ട് വന്നിട്ട് ഡൈനിങ് ടേബിളിൽ വെച്ച് കഴിഞ്ഞാൽ അത് ആർക്ക് വേണമെങ്കിലും എടുക്കാം എന്നുള്ളതല്ലേ അർത്ഥം? ഒന്നെങ്കിൽ എല്ലാവർക്കും ചേർത്ത് മേടിക്കണം, അല്ലെങ്കിൽ സ്വന്തമായിട്ടാണ് വാങ്ങുന്നത് വെച്ചാൽ അത് റൂമിൽ കൊണ്ടുപോയിട്ട് കഴിക്കണം. ഇത് കേൾക്കുമ്പോൾ ശ്രുതി സോറി അങ്കിൾ എന്ന് പറയുന്നുണ്ട്. നീ സോറി പറയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതല്ല, നീ തനിയെ വളർന്ന പെൺകുട്ടിയാണ്, അതുകൊണ്ട് നിനക്കിതൊന്നും അറിയില്ല. 4 പേരുള്ള വീട്ടിൽ ഒന്നും തനിയെ വെച്ച് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രവി അങ്ങ് പോവാണ്. അങ്ങനെ എല്ലാവരും സംസാരിക്കുന്നതിനിടയ്ക്കുണ്ടല്ലോ, നമ്മുടെ വർഷയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ദോശയുടെ പേരിൽ എന്തിനാ എല്ലാവരും കൂടി രാവിലെ തന്നെ ഇങ്ങനെ സംസാരം ഉണ്ടാക്കുന്നത്? എല്ലാവർക്കും ചേർന്ന് ടിഫിൻ ഉണ്ടാക്കണോ? അത്രയല്ലേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാവർക്കും ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മളെ വീട്ടിൽ 8 പേരിലേ ഉള്ളത്, എല്ലാവർക്കും ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അയ്യോ, ഞാൻ 10 മിനിറ്റ് കൊണ്ട് ദോശ ഉണ്ടാക്കും എന്നുള്ള കാര്യം രേവതി പറയുമ്പോഴേക്കും അതൊന്നും വേണ്ട, എല്ലാവർക്കും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, എല്ലാവരും വിശപ്പിലാണുള്ളതെന്നുള്ള കാര്യം തോന്നുന്നത്. എന്തായാലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാം ശരിയാവുമെന്നും പറഞ്ഞിട്ട് നമ്മുടെ വർഷം അവിടെ നിന്ന് പോവുകയാണേ. അങ്ങനെ വർഷം പോകുന്ന കാണുമ്പോൾ ഇവളെന്തിനാ ആരോടും ചോദിക്കാതെ ഇങ്ങനെയൊക്കെ ഓർഡർ ചെയ്യുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, അമ്മ പ്രശ്നം തീർന്നില്ലേ, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് ഉള്ളിലേക്ക് കയറി പോവാണേ. അങ്ങനെ മസാല ദോശയൊക്കെ കഴിച്ച് കൈയാക്കിയിട്ട് വരുന്ന സമയത്ത് രേവതി ആ മസാല ദോശയുടെ പൈസ എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും ശ്രുതി എത്ര കാശെന്ന് വെച്ചാൽ അവൻ തരും എന്നുള്ള കാര്യം പറയണേ. അതൊന്നും തരാൻ വേണ്ടി പോകുന്നില്ല. നീ പാർക്കിൽ പോയി കിടന്നുറങ്ങിയ സമയത്ത് എൻ്റെ ഭാര്യയല്ലായിരുന്നു നിനക്ക് പൊതിഞ്ഞു കെട്ടി തന്നിട്ടുണ്ടായിരുന്നത് കൊണ്ടുപോകാൻ, അതിലങ്ങ് കിഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അങ്ങ് പോവാണ്.